ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. പുറത്തു പോകാൻ തന്റെ രണ്ടാനച്ഛൻ കൂടെയുണ്ടെങ്കിൽ താൻ വരുന്നില്ല എന്ന് വാശി പിടിക്കുന്ന ആർദ്രയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിട്ടാണ് വിജയൻ അകത്തേക്ക് കയറി ചെല്ലുന്നത്. അത് കേട്ടപ്പോൾ തന്നെ വിജയന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. തന്റെ സ്വന്തം മകൾ അല്ല എങ്കിൽ പോലും സ്വന്തം മകളായി കാണുന്ന അവൾ അങ്ങനെ പറഞ്ഞപ്പോ അയാൾക്കത് സഹിച്ചില്ല. തന്റെ അച്ഛന്റെ മരണശേഷം അമ്മയുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി മാത്രം വലിഞ്ഞു കയറി വന്ന ഒരു മനുഷ്യൻ, അതുമാത്രമായിരുന്നു ആർദ്രയുടെ മനസ്സിൽ വിജയനെക്കുറിച്ചുള്ള സങ്കല്പം. അയാൾ അടുക്കളയിലേക്ക് ചെന്നതും തന്റെ ഭാര്യയായ ഷീജ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ ഒരു ഗ്ലാസ് ചായ ഒഴിച്ച് അയാളുടെ കയ്യിൽ കൊടുത്തു. "നീ മോൾക്ക് ചായ കൊടുത്തായിരുന്നോ?" അവൾ രാവിലെ തന്നെ കുടിച്ചു. "ഷീജ, നിങ്ങൾ ഒരുമിച്ച് പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് വാ. വെറുതെ എന്തിനാ ഞാൻ കൂടി വന്നിട്ട് അവൾക്കൊരു ബുദ്ധിമുട്ടാകുന്നേ? അല്ലെങ്കിലും എനിക്ക് പുറത്തു പോകാനൊന്നും താല്പര്യമില്ല. ഞാനിവിടെ ഇരുന്ന വീട്ടിലെ കാര്യങ്ങളെങ്കിലും നടക്കുമല്ലോ." അത് കേട്ടപ്പോൾ തന്നെ ഷീജയ്ക്ക് അത് ഒട്ടും പിടിച്ചില്ല. "എത്ര കാലമാണ് നിങ്ങളെ ഇതുപോലെ അവൾ അവോയ്ഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നാറില്ലേ?" അത് കേട്ടതും വിജയനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഷീജയുടെ നെറ്റിയിൽ ഒരു ചുംബനം സമ്മാനിച്ചു. "എനിക്ക് നീയില്ലേ, പിന്നെന്താ? എന്നെ മറ്റാരും മനസ്സിലാക്കിയില്ല എങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ." 3 വർഷങ്ങൾക്ക് മുൻപാണ് വിജയൻ എന്ന വ്യക്തി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നും രാജിവെച്ചിറങ്ങുകയും തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഭർത്താവ് മരിച്ചുപോയ ഷീജ എന്നൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതും. അന്നു മുതൽ വന്നു കയറിയ തന്റെ അമ്മയുടെ രണ്ടാം ഭർത്താവായ വിജയനോട് ദേഷ്യവും വെറുപ്പുമായിരുന്നു. അയാൾ അടുക്കാൻ ചെല്ലുമ്പോൾ അവൾ വാക്കുകൾ കൊണ്ട് അയാളെ ആട്ടിപ്പായിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എത്ര ആട്ടിപ്പായിച്ചാലും എത്ര അവഗണിച്ചാലും തന്റെ ഭാര്യയും മകളും മാത്രമുള്ള ഒരു ലോകമായിരുന്നു അയാളുടേത്. പുറം ലോകമായി യാതൊരു ബന്ധമില്ലാത്തൊരു മനുഷ്യൻ അടുക്കളയും പറമ്പുമായി വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്നു. അന്നത്തെ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഷീജ വിജയനോട് ആ കാര്യം പറയുന്നത്. "ഏട്ടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ശനിയാഴ്ച ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി ടൂർ പോകുന്നുണ്ട്. 10-15 ദിവസത്തെ ടൂറാണെന്നാ പറഞ്ഞത്. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആർദ്ര, അവൾ ഞാനില്ലാതെ ഏട്ടന്റെ കൂടെ ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല." "ഏയ്, അതൊന്നും കുഴപ്പമില്ല. നീ ടൂർ പോയിട്ട് വാ. എല്ലാരും ഉണ്ടല്ലോ. പിന്നെ നീ മാത്രം മാറി നിന്നാ അവരെന്ത് വിചാരിക്കും?" "ഏയ്, അത് വേണ്ട, ശരിയാവില്ല. ഞാനിവിടുന്ന് പോയാ അവൾക്ക് നിങ്ങളോട് ദേഷ്യം കൂടത്തേ ഉള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾക്ക് നിങ്ങളോടുള്ള ദേഷ്യം." "ഏയ്, താനിതൊന്നും ആലോചിച്ച് ടെൻഷനാവണ്ട. പിള്ളേരല്ലേ ഷീജെ, കുറച്ചുകൂടി തിരിച്ചറിയുന്ന പ്രായമാകുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറിക്കോളും. നീ ആദ്യം എല്ലാവരുമായി ഒന്ന് ടൂർ പോയി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വാ" എന്ന് പറഞ്ഞയാൾ ഷീജ ഒന്ന് ചേർത്ത് പിടിച്ചു. ശനിയാഴ്ച രാവിലെ തന്നെ ഷീജയ്ക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയത് വിജയനായിരുന്നു. കുറച്ച് ദിവസമാണെങ്കിലും വിജയനെ പിരിഞ്ഞിരിക്കാൻ ഷീജയ്ക്ക് മടിയായിരുന്നു. അതുപോലെ ആർദ്ര വിജയനോട് എങ്ങനെ പെരുമാറും എന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. ഷീജ പോയി കുറച്ചു കഴിഞ്ഞാണ് ആർദ്ര കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറുന്നത്. അവൾക്ക് നല്ല ക്ഷീണമുള്ളതുപോലെ, നിൽക്കാൻ പറ്റുന്നില്ല. ശരീരം മുഴുവനും നല്ല ചൂടും തളർച്ചയും. വന്നു കയറിയപ്പോൾ തന്നെ ഒന്നും പറയാതെ അവൾ കട്ടിലേക്ക് കയറി മൂടി പതിച്ചു കിടന്നു. 9 മണിയായപ്പോൾ വിജയൻ അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ശേഷം എന്നും ചെയ്യുന്നത് പോലെ ഡോറിലൊന്ന് മുട്ടി വിളിച്ചു. ആ സമയം നല്ല വിശപ്പ് തോന്നുന്നുണ്ടെങ്കിലും അവൾക്ക് എഴുന്നേക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശരീരം മുഴുവൻ എന്തോ പോലെ. എങ്കിലും പതുക്കെ അവൾ ടേബിളിന് മുന്നിൽ പോയിരുന്നു. അടുക്കളയിൽ നിന്നും കറി എടുത്തുകൊണ്ട് വെക്കുമ്പോൾ വിജയനാണ് ആ ഒരു കാര്യം കണ്ടത്. അവളുടെ ശരീരത്ത് പല ഭാഗത്തും പാടുകൾ. ആ പാടുകൾ കണ്ടതും അയാൾക്ക് കാര്യം മനസ്സിലായി. അവൾക്ക് ചിക്കൻ പോക്സ് ആണെന്ന്. അവളോടത് പറയാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. ഒരുപക്ഷെ പറഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നും. അവൾ ഭക്ഷണം പകുതി മാത്രം കഴിച്ചു. എന്നിട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ തീരെ ഒന്നിനും കഴിയാത്തതുപോലെ. അടുത്ത ദിവസം ആയപ്പോൾ തന്നെ അവളുടെ ശരീരം മുഴുവൻ പിമ്പിൾസ് കൊണ്ട് നിറഞ്ഞിരുന്നു. ശരീരത്തെ പാടുകൾ കണ്ടപ്പോൾ തന്നെ അവൾക്കും കാര്യം മനസ്സിലായി. ആ സമയം അവൾക്കൊന്ന് എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്ന് തിരിയാൻ പോലും കഴിയുമായിരുന്നില്ല. അവൾ അനങ്ങാതെ അങ്ങനെ കിടക്കുമ്പോൾ വിജയൻ അവൾക്ക് കഴിക്കാനുള്ള മരുന്നും പിന്നെ ഭക്ഷണവും റെഡിയാക്കി മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. ആദ്യത്തെ ദിവസം ഭക്ഷണം എടുത്ത് കഴിക്കാൻ കഴിയുമായിരുന്ന ആർദ്രയ്ക്ക് രണ്ടാമത്തെ ദിവസം അങ്ങനെയായിരുന്നില്ല. രണ്ടാമത്തെ ദിവസം അവൾക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഒന്നും കഴിയാതെ വായിലും ചുണ്ടിലും ശരീരം മുഴുവൻ വസൂരി വന്ന് കിടക്കുന്ന അവളെ വിജയൻ തന്റെ കൈകൾ കൊണ്ട് പൊക്കിയെടുത്ത് ശേഷം അവൾക്ക് കഴിക്കാനുള്ള കഞ്ഞി ഓരോ സ്പൂണും വായിൽ വെച്ചു കൊടുത്തു. ദിവസം 5 ആയപ്പോൾ തന്റെ ദുർഗന്ധം മണക്കുന്ന ശരീരത്തിന് മുന്നിൽ അയാൾ ഒരു മടിയും കൂടാതെ വന്ന് തന്നെ പരിചരിക്കുന്ന കണ്ടപ്പോൾ ആ ഒരു നിമിഷം ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. കൃത്യസമയത്ത് തനിക്ക് കഴിക്കാനുള്ള മരുന്നും ഭക്ഷണവും എല്ലാം തരാൻ വിജയൻ ഒരു മടിയും കൂടാതെ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരു രണ്ടാനച്ഛന്റെ സ്നേഹമായിരുന്നില്ല വിജയൻ അപ്പോഴും.
തന്റെ അമ്മയെക്കാളും തന്നെ സ്നേഹിക്കാൻ ഈ ഒരു രണ്ടാനച്ഛന് കഴിയും എന്നവൾക്ക് ആ ഒരു നിമിഷം തോന്നി. അവൾ അറിയാതെ ആ ഒരു നിമിഷം അയാളെ വിളിച്ചുപോയി അച്ഛാ എന്ന്. അപ്പോൾ തന്നെ വിജയന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ ഓടി അവളുടെ അരികിലെത്തി. എന്താ മോളെ, എന്തേലും വേണോ? ഒന്നുമില്ല, ഭയങ്കര ചൂട് ശരീരത്തിന്. അയാൾ അവളുടെ നെറ്റിയിൽ കൈവച്ച് പറഞ്ഞു. സാരമില്ല, 2 ദിവസം കഴിഞ്ഞ് ഇത് മുഴുവൻ മാറും എന്ന് പറഞ്ഞ അയാൾ അടുക്കളയിലേക്ക് പോയി. രാത്രിയിലും കസേരയിട്ട് മേശയുടെ മുന്നിൽ അവൾക്ക് കാവലിരിക്കുന്ന വിജയനെ കണ്ടപ്പോ, അച്ഛൻ പോയി കിടന്നുറങ്ങിക്കോ, എനിക്ക് കുഴപ്പമില്ല. അവളുടെ ആ അച്ഛ എന്നുള്ള വിളി, സ്നേഹത്തോടെയുള്ള സംസാരം അയാളുടെ മനസ്സിൽ വല്ലാണ്ട് സ്പർശിച്ചു. ഇത്രയും കാലം താൻ ആഗ്രഹിച്ച കാര്യം തന്റെ മകൾ തന്നെ അംഗീകരിച്ച ദിവസം, 2 ദിവസത്തിനുള്ളിൽ ആർദ്രയുടെ ദിനം പൂർണ്ണമായി മാറുകയും ടൂറിന് പോയ ഷീജ തിരിച്ചു വരുമ്പോൾ കാണുന്നത് വിജയനെ സ്നേഹത്തോടെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആർദ്രയാണ്. പെട്ടെന്നത് കണ്ടതും ഷീജയുടെ മനസ്സ് നിറഞ്ഞു. കോളേജ് PTA മീറ്റിംഗിന് അമ്മ വരണ്ട, അച്ഛൻ വന്നാൽ മതി എന്ന് ആർദ്ര പറയുമ്പോൾ പെട്ടെന്ന് 2 പേരുടെ മുഖത്ത് ഒരു അത്ഭുതമായിരുന്നു. ഇന്നുവരെയും അമ്മയല്ലാതെ മറ്റാരും വരണ്ട എന്ന് വാശി പിടിച്ചവൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ അച്ഛനെ കൂട്ടുകാർക്കും ടീച്ചർമാർക്കും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം എന്നൊരു ചിന്തയായിരുന്നു ആർദ്രയുടെ മനസ്സിൽ. 2 പേരും കുറച്ച് ലേറ്റായിട്ടായിരുന്നു കോളേജിലേക്ക് പോയത്. തന്റെ ക്ലാസ് റൂമും കോളേജ് വരാന്തയും എല്ലാം ആർദ്ര ഓരോന്നോരോന്നായി വിജയന് കാണിച്ചു കൊടുത്തു. ശേഷം അവർ പോയത് മീറ്റിംഗ് റൂമിലേക്കാണ്. അവർ ഒരുമിച്ച് അകത്തേക്ക് കയറുമ്പോൾ തന്നെ വിജയനെ കണ്ടതും അവിടെ ഇരുന്ന് പ്രിൻസിപ്പളും ടീച്ചർമാരും എല്ലാവരും ഒരുപോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു കോളേജിലെ റാങ്ക് ഹോൾഡർ, പ്രിൻസിപ്പൽ വരെയായ ഒരു മനുഷ്യൻ. അതായിരുന്നു അവർക്ക് എല്ലാവർക്കും അവരുടെ മുന്നിൽ നിൽക്കുന്ന വിജയൻ. വിജയനോട് അവർ കാണിക്കുന്ന ഭയവും ബഹുമാനവും കണ്ടപ്പോൾ തന്നെ തന്റെ അച്ഛൻ തനിക്കും തന്റെ അമ്മയ്ക്കും വേണ്ടി എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തിയതെന്ന് ആർദ്രയ്ക്ക് തോന്നി. ആർദ്രയുടെ അച്ഛൻ എന്ന് പരിചയപ്പെടുന്നതിന് പകരം വിജയൻ സാറിന്റെ മകൾ എന്ന വിളിപ്പേര് അവൾക്ക് വന്നു. തന്റെ അച്ഛനോട് മറ്റുള്ളവർ കാണിക്കുന്ന അതേ ബഹുമാനവും ആദരവും അവൾക്ക് തോന്നി. അവൾ ഒരു നിമിഷം ഒരു ചെറുപുഞ്ചിരിയോടെ നിറഞ്ഞ കണ്ണുകളുമായി വിജയൻ നെഞ്ചിലേക്ക് ചാഞ്ഞു.